ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 41ാമത്തെ പാർട്ടാണ്. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, പറഞ്ഞ എന്നാൽ സുമ്മാവാ. അവൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. നിക്കടി അവിടെ. മുണ്ടും മടക്കി കുത്തി അവൾക്ക് പിന്നാലെ ദത്തനും. വർണ്ണ വേഗത്തിൽ സ്റ്റെയർ ഓടിയിറങ്ങി ഹാളിലെത്തി. അപ്പോഴേക്കും ദത്തൻ പിന്നാലെ ഓടി വന്ന് അവളെ വട്ടം പിടിച്ചു. എങ്ങോട്ടടി കുരുട്ടെ ഓടുന്നേ? അവളെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ച് ഒന്ന് ഉയർത്തി വട്ടം കറക്കിക്കൊണ്ട് ദത്തൻ ചോദിച്ചു. വിടു ദത്ത, പ്ലീസ്. കിട്ടിയതെല്ലാം തിരിച്ചു കൊടുത്തിട്ടേ ഈ ദേവദത്തിന് ശീലമുള്ളൂ. അത് പറഞ്ഞ ദത്തൻ അവളുടെ കാതിലായി കടിച്ചു. അവൻ്റെ താടി കഴുത്തിൽ ഇക്കിളിപ്പെടുത്തിയതും വർണ്ണ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ഒപ്പം ദത്തനും. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാണ് ദത്തന് സ്ഥലകാല ബോധം വന്നത്. പാർവതിയും പാർത്തിയും ഒഴിച്ച് ആ വീട്ടിലെ എല്ലാവരും അവരെ ശബ്ദം കേട്ട് ഹാളിലേക്ക് വന്നിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് കണ്ടതും ദത്തൻ പതിയെ വർണ്ണയെ താഴെ ഇറക്കി നിർത്തി. ദർശനയുടെയും രാഗിൻ്റെയും മുഖത്ത് ഒരു കള്ളച്ചിരിയാണ്. ഭദ്രയും ശീലയും എന്താ ഇത് എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. മറ്റാരുടെയും മുഖത്ത് നോക്കാനുള്ള ധൈര്യം വർണ്ണയ്ക്ക് ഉണ്ടായില്ല. ദത്തൻ ഒന്നും മിണ്ടാതെ വേഗത്തിൽ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. വർണ്ണ തല കുനിച്ച് മുകളിലേക്ക് നടന്നു. പിന്നിൽ നിന്നും മുത്തശ്ശിയുടെ ശബ്ദം ഉയർന്നിരുന്നു. ഇതൊരു കൂട്ടുകുടുംബാണ്. ഇവിടെ കുട്ടികളും മുതിർന്നവരൊക്കെ ഉള്ളതാണ്. ഈ വക കാട്ടിക്കൂട്ടലുകളൊക്കെ നിങ്ങളുടെ മുറിയിൽ മതി, മുത്തശ്ശി ഗൗരവത്തിൽ പറഞ്ഞു. മുത്തശ്ശി, ഞാൻ ദേവുട്ടി. അപ്പോഴേക്കും റൂമിൽ നിന്ന് ദത്തൻ്റെ വിളി വന്നിരുന്നു. അവൾ മുത്തശ്ശി ഒന്ന് നോക്കിയ ശേഷം മുകളിലേക്ക് ഓടിപ്പോയി. വർണ്ണം റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അത് കണ്ട് വർണ്ണയ്ക്കും ചിരി വന്നിരുന്നു. എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തിയപ്പോൾ സമാധാനമായില്ലേ? ദത്തൻ വർണ്ണയെ നോക്കി ചോദിച്ചു. ഞാനോ? നീയല്ലേ എന്നെ പൊക്കിയെടുത്തതും ചെവിയിൽ കടിച്ചതും ഉമ്മ വെച്ചതൊക്കെ? ഇപ്പം എനിക്കായോ കുറ്റം? വർണ്ണ ഒട്ടും വിട്ടുകൊടുത്തില്ല. നിന്നോട് ആരാ താഴേക്ക് ഓടാൻ പറഞ്ഞേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായേ? ഇനി കുറ്റം മൊത്തം എൻ്റെ തലയിൽ വെച്ചോ? അല്ലെങ്കിൽ നിനക്ക് റൊമാൻസ് ഇത്തിരി കൂടുന്നുണ്ട്. പരിസര ബോധമില്ലേ? അത് ഓരോന്ന് കാണിച്ചിട്ട് മുത്തശ്ശിയുടെ വായിലിരിക്കുന്ന മൊത്തം കേട്ടത് ഞാനാ. നീയല്ലടി എനിക്ക് റൊമാൻസ് അറിയില്ല എന്ന് പരാതി പറഞ്ഞേ. ഇപ്പം ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആയതാണ് കുറ്റം. ദത്തൻ പറഞ്ഞ പിന്നിൽ നിന്നും പുണർന്ന് അവളുടെ തോളിൽ താടി കുത്തി നിന്നു. ദാ ഇത് തന്നെ കുഴപ്പം. വെറുതെ എന്നെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, ഒന്നങ്ങ് നീങ്ങി നിൽക്കും മനുഷ്യ. അവൻ്റെ കൈ തട്ടി മാറ്റി വർണ്ണ ടേബിളിൻ്റെ അരികിലേക്ക് നടന്നു. അവൾക്ക് വാങ്ങിച്ച സാധനങ്ങളുടെ കൂടെ മറ്റൊരു കവർ കൂടെ ഇരിക്കുന്ന അപ്പോഴാണ് വർണ്ണ ശ്രദ്ധിച്ചത്. ഇതാർക്കാ ദത്ത? അവൾ ദത്തനെ നോക്കി ചോദിച്ചു. അത് കുറച്ച് ബുക്സും മറ്റുമാണ്. നീ ഭദ്രയുടെ ശീലൻ്റെയും കയ്യിൽ കൊടുത്തേക്ക്. അതെന്തിനാ ഞാൻ കൊടുക്കുന്നേ? നീ തന്നെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ തന്നെ അവർ നല്ല സങ്കടത്തിലാണ്. നീ അവരോടൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ദത്തൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർത്ത് നിന്നു. നീ പഠിക്കാനുള്ളത് മാത്രമാണ് ദത്ത വാങ്ങിച്ചേ? വേറൊന്നും വാങ്ങിയില്ലേ? ഇനി എന്താ എൻ്റെ കുട്ടിക്ക് വേണ്ടേ? കഴിക്കാൻ വല്ലതും വാങ്ങിക്കായിരുന്നു. അവിടെ നമ്മുടെ വീട്ടിലാകുമ്പോൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ വേണി എപ്പോഴും മിഠായി വാങ്ങിത്തരുമായിരുന്നു. പിന്നെ സിപ്പപ്പ്. ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരാ. ഞാൻ വേറൊരു കാര്യം കൂടെ തരട്ടെ ദേവുട്ടിക്ക്? അവളുടെ കാതിലായി ദത്തൻ പതിയെ ചോദിച്ചു. എന്താ ദത്ത? അവൾ ആകാംക്ഷയെ തല അല്പം ചെരിച്ച് ദത്തനെ നോക്കി. എന്നാൽ അവൻ മറുപടി പറയാതെ ഒരു കള്ളച്ചിരിയോടെ അവളുടെ പിൻകഴുത്തിലൂടെ താഴേക്ക് വിരലോടിച്ച് പുറത്തുകൂടെ തഴുകി. അവളുടെ വിരലുകൾ വർണ്ണയുടെ അരയിൽ വന്നു നിന്നു. വർണ്ണ ഒന്നും മനസ്സിലാവാതെ അവനെ സംശയത്തോടെ നോക്കി. അരഞ്ഞാണോ? അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. വർണ്ണയുടെ മുഖത്ത് വല്ലാത്തൊരു നാണം തെളിഞ്ഞു. അപ്പം എൻ്റെ കുട്ടിയുടെ മുഖത്ത് നാണൊക്കെ വരുമല്ലേ? ദത്തൻ പറഞ്ഞപ്പോഴാണ് വർണ്ണയ്ക്ക് അത് മനസ്സിലായത്. എന്നാൽ അത് മറച്ചു വെച്ച് അവൾ ഗൗരവത്തോടെ തൻ്റെ മേലുള്ള ദത്തൻ്റെ പിടി അഴിച്ചു. വാർദ്ധക്യ പെൻഷൻ വാങ്ങാറായി, എന്നിട്ടാണ് കള്ളക്കളവൻ്റെ ഒടുക്കത്തെ ഒരു റൊമാൻസ്. ആരടി കളവൻ? ദേ എന്നെ വെറുതെ വാശി കെട്ടാൻ നിൽക്കണ്ട. ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനത് താങ്ങാൻ കിട്ടില്ല. കേട്ടോടി കുരുട്ടെ. അത് പറഞ്ഞിട്ട് അവലെടുത്ത് ദത്തൻ ബാത്റൂമിലേക്ക് പോയി. വർണ്ണ നേരെ താഴേക്കും ചെന്നു. അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ചെറിയമ്മയും അമ്മയും അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്.
വർണ്ണ പതിയെ ശബ്ദമുണ്ടാക്കാതെ അടുക്കളയിലേക്ക് നടന്നു. ചെറിയമ്മ സിങ്കിലെ പാത്രങ്ങൾ കഴുകാണ്. അമ്മയാണെങ്കിൽ കഴുകിയ പാത്രങ്ങൾ സ്റ്റാൻഡിൽ ഒതുക്കി വെക്കുകയാണ്. വർണ്ണ പിന്നിൽ നിന്നും ചെറിയമ്മയെ പേടിപ്പിച്ചും ചെറിയമ്മ ഞെട്ടിത്തിരിഞ്ഞ് അതേസമയം പാത്രങ്ങൾ ഒതുക്കി വെച്ച അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പ്ലേറ്റ് താഴെ വീണ് ഉടയുകയും ചെയ്തു. സോറി, ഞാൻ അറിയാതെ, വർണ്ണ നിഷ്കളങ്കമായി പറഞ്ഞു. അമ്മ അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം ചൂല് കൊണ്ടുവന്ന് അവിടെ വൃത്തിയാക്കി. ചായ തരട്ടെ? വർണ്ണയുടെ മുഖത്തേക്ക് പാറി വീണ മുടി ഒതുക്കി വെച്ചുകൊണ്ട് ചെറിയമ്മ ചോദിച്ചു. ആ വേണം. വർണ്ണ സ്ലാമ്പിന്റെ മുകളിലായി കയറിയിരുന്നു. കുളിച്ചിട്ടൊന്നുമില്ലേ? ചായക്കപ്പ് വർണ്ണയ്ക്ക് കൊടുത്തോണ്ട് ചെറിയമ്മ ചോദിച്ചു. കുളിക്കേ? ഞാനോ? പല്ല് പോലും തേച്ചിട്ടില്ല, പിന്നെ കുളി? വർണ്ണ ചായ കുടിച്ചോണ്ട് പറഞ്ഞു. അയ്യേ, ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. അത് പറഞ്ഞ ചെറിയമ്മയുടെ പണികൾ ചെയ്യാൻ തുടങ്ങി. വർണ്ണ ചായക്കപ്പുമായി അടുക്കള വഴി ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്തെ മാവിൻ ചുവട്ടിലെ കൽബെഞ്ചിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് ഗേറ്റ് കടന്നു വരുന്ന പാർവതി അവൾ കണ്ടത്. കറുപ്പ് കരയുള്ള ഒരു സെറ്റ് മുണ്ടാണ് വേഷം. നീളമുള്ള മുടി അഴിച്ചിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയിൽ മുല്ലപ്പൂ മുടിയിൽ ചുറ്റിയിരിക്കുന്നു. നീട്ടി എഴുതിയ കണ്ണുകൾ, നെറ്റിയിലെ വട്ടപ്പൊട്ട്, അതിനു മുകളിലായി ചന്ദനം. കയ്യിൽ പ്രസാദവുമായി വരുന്ന പാർവതിയെ ഒരു നിമിഷം വർണ്ണ നോക്കിയിരുന്നു പോയി. അമ്പലത്തിൽ പോയി വരികയാണെന്ന് വർണ്ണയ്ക്ക് മനസ്സിലായി. പാർവതി വർണ്ണയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കയ്യിലെ ഇലച്ചീന്ത അവൾക്ക് നേരെ നീട്ടി. താങ്ക്സ്. ഇലച്ചീന്തിലെ കൽക്കണ്ട എടുത്ത് വായിലിട്ടുകൊണ്ട് വർണ്ണ പറഞ്ഞു. ചന്ദനം വേണ്ടേ? ഞാൻ കുളിച്ചിട്ടില്ല. അവൾ ഒരു വളിച്ച ചിരിയോടെ പറഞ്ഞതും പാർവതി ഒന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ശരിക്കും ശാലീന സുന്ദരി തന്നെ. ഈശ്വര, ഇവള് ദത്തൻ്റെ കൺമുന്നിലൊന്നും പോയി പെടല്ലേ. ഇനി ദത്തൻ കണ്ടാലും കുഴപ്പമില്ല, എൻ്റെ ദത്തൻ അവളെ ശ്രദ്ധിക്കുക പോലുമില്ല. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വീണ്ടും ചായ കുടിക്കാൻ തുടങ്ങി. കൽക്കണ്ടം കഴിച്ച കാരണം ചായക്ക് മധുരമില്ല. കുറച്ച് കഴിഞ്ഞും ഭദ്രനും ശീലവും കയ്യിൽ പാത്രങ്ങളുമായി പുറത്തേക്ക് വന്നു. ആരെ കുറ്റം പറഞ്ഞാണ് വരുന്നത്? അവർ കുറച്ചുകൂടെ എത്തിയപ്പോഴാണ് പാർവതിയെക്കുറിച്ചാണെന്ന് മനസ്സിലായത്. ഇതെന്താ, കുളി നനയൊന്നുമില്ലേ? ഭദ്ര ചോദിച്ചു. കുളിക്കോ വേണ്ടോ എന്ന് ആലോചിക്കുകയായിരുന്നു. നിങ്ങളിതെങ്ങോട്ടാ? പാടത്ത് പണിക്കാരുണ്ട്, അവർക്ക് ചായ കൊടുക്കാൻ പോവാ, ശീല പറഞ്ഞു. ഈ പട്ടു അവിടെയൊക്കെ ഇട്ട് നിങ്ങൾ എങ്ങനെയാ പാറവരമ്പിലൂടെ നടക്കുക? വർണ്ണാത്ഭുതത്തോട് ചോദിച്ചു. അതല്ല, ഞങ്ങൾക്ക് ശീലായി. എന്തായാലും എന്ത് കഷ്ടം, 24 മണിക്കൂർ പട്ടുപാവാടയും താവണിയൊക്കെ ചുറ്റി നടക്കാന്നൊക്കെ പറഞ്ഞ. ഇതാണ് ഈ വീട്ടിലെ ശീലങ്ങള്. കോളേജിൽ യൂണിഫോം നിർബന്ധമാക്കിയത് ഞങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഈ പട്ടുപാവാടയിട്ട് കോളേജിലും പോകേണ്ട വരുമായിരുന്നു. അയ്യോ, സംസാരിച്ചൊന്നും സമയം പോയി. ഞങ്ങൾ പാടത്ത് പോയിട്ട് വരാട്ടാ. പറഞ്ഞു വരുന്നുണ്ടാ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ശീലവും ഭദ്രനും പോകുന്നു നോക്കി താടിക്കും കൈ കൊടുത്ത് പറഞ്ഞിരുന്നു. പട്ടുപാവാട ഇട്ട് 2 ഭാഗം മുടി മടഞ്ഞിട്ട് കയ്യിൽ പാത്രമായി പോകുന്ന അവരെ വർണ്ണ നോക്കിയിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഈ വേഷം ആർഷഭാരക സംസ്കാരത്തിന് ചേരുന്നല്ല. ഒന്ന് മാറ്റി ചിന്തിച്ചാലോ? ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? വർണ്ണ ഓരോന്നാലോചിച്ച് അകത്തേക്ക് നടന്നു. അവളുടെ മനസ്സിൽ മുഴുവൻ സെറ്റ് മുണ്ടിൽ നിൽക്കുന്ന പാർവതിയും പട്ടുപാവടയിൽ സുന്ദരിയായിരിക്കുന്ന ഭദ്രയും ശീലമായിരുന്നു. അത് കണ്ടപ്പോൾ അങ്ങനെ നടക്കാൻ വർണ്ണയ്ക്ക് ഒരാഗ്രഹം. ആഗ്രഹം എന്നതിനേക്കാൾ ചെറിയൊരു കുശുമ്പ് എന്ന് പറയുന്നയാൾക്കും ശരി. ആർക്കു വേണ്ടിയും വർണ്ണ തൻ്റെ ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കില്ല, ഒരാളുടെ ഒഴിച്ച്, അവളുടെ ദത്തൻ്റെ. ദത്തന് പട്ടുപാവാട നല്ല ഇഷ്ടമാണെന്ന് വർണ്ണയ്ക്കും അറിയായിരുന്നു. എന്തായാലും ഒന്ന് നോക്കാം, ചിലപ്പോൾ ഇതോടെ മുത്തശ്ശിയെയും കുപ്പിയിലാക്കിയാലോ. വർണ്ണ റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ ഫോണിൽ എന്തോ നോക്കിയിരിക്കുകയാണ്. വർണ്ണ കബോർഡ് തുറന്നു വന്ന് ദത്തൻ വാങ്ങിത്തന്ന പട്ടുപാവാടകളിൽ ഒരെണ്ണെടുത്ത് പുറത്തെടുത്തു. വെള്ളയും പച്ചയും കൂടെയുള്ള പട്ടുപാവാടയായിരുന്നു അത്. വർണ്ണ ഡ്രസ്സുമായി ബാത്റൂമിനുള്ളിലേക്ക് കയറി. പല്ല് തേച്ച് കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി അവൾ ബാത്റൂമിലെ മിററിൽ സ്വയം ഒന്ന് നോക്കി. രസമൊക്കെ ഉണ്ട്, പക്ഷെ തനിക്ക് ഭംഗിയാ ടീഷർട്ടും സ്കേർട്ടുമാണ് അന്ന് അവൾക്ക് തോന്നി. അവൾ ചെറിയൊരു മടിയോടെ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കി. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ദത്തൻ ഫോണിൽ നിന്നൊന്ന് തല ഉയർത്തി നോക്കി. വർണ്ണയെ നോക്കിയ ശേഷം അവൻ വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കി. അടുത്ത നിമിഷം അവൻ വിശ്വാസം വരാതെ ഫോണിൽ നിന്നും തല ഉയർത്തി വർണ്ണയെ നോക്കി. അവൻ പോലും അറിയാതെ ദത്തൻ ബെഡിൽ നിന്ന് ഇറങ്ങി അവളുടെ അരികിലേക്ക് വന്നു. എന്താ കുഞ്ഞി കാണണേ? ദത്തൻ വിശ്വാസം വരാതെ ചോദിച്ചു. ഭംഗിയുണ്ടോ ദത്ത, അതോ ബോറാണോ? എൻ്റെ കുഞ്ഞു പെണ്ണ് എന്ത് ഡ്രസ്സ് ഇട്ടാലും സുന്ദരിയല്ലേ?
വർണ്ണയുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. ആണോ ശരിക്കും? അതേടാ. ദത്തൻ അവളുടെ ചുണ്ടിലായോ ഒന്ന് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ്. ദത്തൻ ഒന്ന് കുനിഞ്ഞ് അവളുടെ കഴുത്തിലായി ഉമ്മ വെച്ചതും അവൻ്റെ താടി കഴുത്തിൽ തട്ടി കിളി കൊണ്ട് വർണ്ണ ചിരിച്ചു. ദത്തൻ അത് കണ്ട് വീണ്ടും വീണ്ടും അവളുടെ കഴുത്തിൽ കിളിയാക്കി. ഈ താടിയൊന്ന് വെട്ടി ഒതുക്കി കൂടെ ദത്ത, ആകെ കാണാ ഇപ്പൊ കാട്ടുമാക്കാനെ പോലെയുണ്ട്. അവൻ്റെ താടി വലിച്ചുകൊണ്ട് വർണ്ണ പറഞ്ഞു. വെട്ടണോ? എന്നാ വെട്ടിയേക്കാം. ഞാൻ ഒന്ന് പുറത്ത് പോവാട്ടോ. എൻ്റെ കുട്ടി കുറുമ്പൊന്നും കാണിക്കാതെ ഇവിടെ ഒതുങ്ങിയിരിക്കണട്ടാ. വർണ്ണ തലയാട്ടി. ദത്തൻ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് പുറത്തേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. അടുത്ത പാട്ട് 9 മണിക്ക് കാണാം കേട്ടോ. ബൈ. താങ്ക് യു.